വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സീറ്റ് കവർ എന്തോ ഒരു സ്പെഷ്യൽ അഡീഷണൽ ചെയ്താണ്. ഓക്കെ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ വാഹനമാണ്. 18 മോഡൽ. സീരിയസ് ഇഞ്ചിന് മൈലേജ് ഉണ്ടാവും. 18 കിലോമീറ്റർ 18-19 മൈലേജ് കിട്ടും. അതുകൊണ്ടായിരിക്കും ഓട്ടം പോയിട്ടുണ്ടാവും. മൈലേജ് ഉണ്ടാവേ 18-20 മൈലേജ് 22 ഒക്കെ കിട്ടൂല. അത്രയും കിട്ടും. ഓക്കെ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS ഒക്കെ വരും. എല്ലാം വരും. ഓക്കെ. ഗുണം എന്ന് വെച്ചാൽ ഒരു 20 അപ്പോൾ മൈലേജ് ഉണ്ടാവും. വലിയ മെയിൻ്റനൻസ് വരില്ല. ഹോണ്ടയുടെ എഞ്ചിനായതുകൊണ്ട് വലിയ മെയിൻ്റനൻസും വരില്ല. എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നല്ല ബഡ്ജറ്റ് വിലയുള്ള കാറുകളുമായിട്ട് നമ്മൾ അല്ലമീനിൽ എത്തിയിരിക്കുകയാണ്. ഹസൻ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട്. അല്ലമീൻ എന്ന് പറയുന്നത് ഏകദേശം 100-ലധികം വാഹനങ്ങൾ ലഭിക്കുന്നൊരു ഷോറൂമാണ്. എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. ഏത് സെഗ്മെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ ലഭ്യമാകുന്നുണ്ട്. ബഡ്ജറ്റ് വിലയിലായിരിക്കും. എല്ലാം നല്ല ബഡ്ജറ്റ് വിലയായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം നമ്മളിട്ട വീഡിയോ കത്തിക്കേറി അല്ലേ? നല്ല കച്ചവടമായിരുന്നു. കുറച്ച് കൊടുത്തുള്ളൂ. നല്ല കച്ചവടമായിരുന്നു അല്ലേ? അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം കോഴിക്കോടിൻ്റെ ബോർഡറായിട്ട് വരും. കാക്കഞ്ചേരി. അതായത് രാമനാട്ടുകര, കോഴിക്കോട് നിന്ന് വരുമ്പോൾ രാമനാട്ടുകര കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി റോഡ് എത്തുന്നതിന് മുന്നേ അവിടെ നിന്ന് വരുമ്പോൾ യൂണിവേഴ്സിറ്റി കഴിഞ്ഞിട്ടില്ല ഇങ്ങോട്ട്. ഓക്കെ. അവിടെ നിന്ന് ലെഫ്റ്റിലേക്ക് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട്. മെയിൻ ഹൈവേന്ന് എയർപോർട്ടിലേക്ക് പോകുന്ന റോഡുണ്ട്. അതിൽ കയറി കഴിഞ്ഞാൽ ഒരു 1 കിലോമീറ്റർ 500 മീറ്റർ. ഓക്കെ. അത്രേ ഉള്ളൂ. വന്നു കഴിഞ്ഞാൽ ഷോറൂമാണ്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ എല്ലാ സെഗ്മെൻറ്റും ഇല്ലേ? എല്ലാ സെഗ്മെൻറ്റും ഉണ്ട്. പൊളിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടുക. അതേപോലെ തന്നെ നിങ്ങളുടെ കാറ് നിങ്ങൾക്ക് വിൽക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. മാക്സിമം വിലയിൽ നിങ്ങളുടെ കാറ് ഞങ്ങൾ നിങ്ങളുടെ വീട്ടിൽ വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എവിടെ അലഞ്ഞു നടക്കേണ്ട ആവശ്യമില്ല. ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. ആ നമ്പർ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. മേരാകാസാണ് നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ്റെ പേര്. ആപ്ലിക്കേഷൻ ലോഞ്ച് ആയിട്ടില്ല. അത് ലോഞ്ച് ആവുന്നതാണ് ഉടനെ തന്നെ. അപ്പോൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അതേപോലെ തന്നെ ഈ ഷോറൂമിനെ ബന്ധപ്പെടാനുണ്ടെങ്കിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. ഓക്കെ. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇന്നത്തെ ആദ്യത്തെ വാഹനമാണ് ഒരു ബ്ലൂ സ്വിഫ്റ്റ് ആണ്. KL 7 രജിസ്ട്രേഷനുള്ള ഒരു ബ്ലൂ കളർ സ്വിഫ്റ്റ്. പറയുള്ളൂ. ഇത് 2006 ZXi ആണ്. അന്നത്തെ ടോപ്പ് ആൻഡ് പെട്രോൾ വാഹനമാണ്. 2006. പേപ്പർ 26 വരെ ഉണ്ട്. 26 8 മാസം വരെ പേപ്പർ ഉണ്ട്. ഓക്കെ. അതെ. പറഞ്ഞോളൂ. 2006 ZXi ഓട്ടം പറയാൻ പറ്റുമല്ലോ അല്ലേ? ഓട്ടം വയലിൽ കാണിക്കണം 1.5 ആണ്. അത് തെറ്റായിരിക്കും. അത് നോക്കണ്ട. 2006 വണ്ടിയല്ലേ. വേറെ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മേജർ അങ്ങനത്തെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. നല്ല സീറ്റ് കവർ ചെയ്താണ് നമ്മൾ. വണ്ടി മൊത്തത്തിൽ നീറ്റാണ്. അലോയ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിലൊക്കെ അന്ന് കമ്പനി വരുമല്ലോ. ZXi അല്ലേ ഇത്? അതിൻ്റെ അലോയ് തന്നെയാണോ? കമ്പനിയിലാ. അതാ മാറ്റി. ഞാൻ വെച്ച് മാറ്റിയിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എത്ര കൂടി നമുക്ക് 1.30 കൊടുക്കാം. 2006 ZXi 1,30,000 രൂപയ്ക്ക് 2026 വരെ പേപ്പറുള്ള ZXi പെട്രോൾ സ്വിഫ്റ്റ് ആണ്. ഓക്കെ. ലോണൊന്നും കിട്ടൂല. അടുത്തൊരു ക്വിഡാണ്. KL 53 രജിസ്ട്രേഷൻ റിനോ ക്വിഡ്. പെരിന്തൽമണ്ണ. ഇത് 2017 മോഡൽ 18 റേസർ 1000 cc ആണ്. 1 ലിറ്റർ എഞ്ചിനാണ്. സിംഗിൾ ഓണറാണ്. 66,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. 18 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർ 1 ലിറ്റർ ആണ്. 1 ലിറ്റർ ഒരു മൈലേജ് കിട്ടുന്നതുകൊണ്ടാണ് ഒരു ഓട്ടം വന്നത്. ഒരു 18-20 മൈലേജ് കിട്ടും. മാനുവൽ. ആ സീറ്റ് കവർ എന്തോ ഒരു സ്പെഷ്യൽ അഡീഷണൽ ചെയ്താണ്. ഓക്കെ. പിന്നെ എയർ ബാഗ് കാര്യമൊക്കെ RXT ഓപ്ഷണലാണ്. എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരും. ടയർസും ഇതിലും ആവറേജ് ഉള്ളൂ. ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,70,000. 2,70,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ റിനോൾട്ട് ക്വിഡ് 1 ലിറ്റർ എഞ്ചിൻ വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഒരു 2.5 ലോൺ കിട്ടോ? 2,70,000 ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിൽ അടുത്തൊരു അടിപൊളി വണ്ടി. അടുത്ത ഹ്യുണ്ടായി ഇയോൺ ആണ്. KL 10 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ്? ഇത് 2018 മാഗ്നയാണ്. സിംഗിൾ ഓണർ. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. മാഗ്ന എന്ന് പറയുമ്പോൾ പവർ വിൻഡോ 2 ഡോർ ആണല്ലോ വരുള്ളൂ. സ്റ്റീരിയോ വരും. അഡീഷണൽ ആയിട്ട് സെൻട്രൽ ലോക്കും വരും. അതെ. സെൻട്രൽ ലോക്ക്. ഓക്കെ. സെൻട്രൽ ലോക്കും വരും. 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ. ലോ കിലോമീറ്റർ വാഹനമാണ്. 18 മോഡൽ. സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ. ഒരു നീറ്റ് ആൻഡ് ക്ലീൻ റെഡ് ഇയോൺ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,50,000. 2,80,000. ഓക്കെ. 2,80,000 ഇപ്പോൾ ആസ്ക് ചെയ്യുന്നത്. 2018 മോഡലാണ്. ലോ കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന നീറ്റ് വണ്ടി. 18-20 മൈലേജ് ഉണ്ടാവും. ആ ഒരു 40,000 ഓടി തന്നെ ഡയസ് തന്നെ. അത് തീർന്നിട്ടുണ്ട് ഏകദേശം. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇവിടുന്ന് ഒരു 4 വണ്ടി ഇപ്പോൾ ഫുള്ള് റെഡ് തന്നെയാണ്. ഇത് അൾട്ടോ 800 ആണ്. KL 65 തിരൂരങ്ങാടി രജിസ്ട്രേഷൻ ആണ്. പറഞ്ഞോളൂ. ഇത് 2017 LXi ആണ്. സിംഗിൾ ഓണർ. 17. ഓക്കെ. LXi 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഉണ്ട്. ഷോറൂമിൽ നിന്ന് മാറിയതാണ്. ഫ്രണ്ട് ഗ്ലാസ് വേറെ ഒന്നുമില്ല. വേറെ ക്ലെയിം ഒന്നുമില്ല. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നല്ലൊരു നീറ്റ് വാഹനമാണ്. ഇത് ടയർസ് മാറ്റണം. ടയർ കുറവാണ്. ടയർ നല്ല കുറവാണ്. മാറ്റണം. ഓക്കെ. പറയൂ. എത്ര കൊടുക്കാം? ഇത് നമുക്ക് 2,45 കൊടുക്കാം. നെറ്റ് 2,45,000 രൂപയ്ക്ക് 2017 അൾട്ടോ 800
LXi. ലോണിൻ്റെ ആവശ്യക്കാർക്ക് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോൺ ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. 240 ലോണും കിട്ടും. 2017 വണ്ടിയാണ്. 245. ഓക്കെ 245 2017 ആൾട്ടോ സിംഗിൾ ഓണർ. ആൾട്ടോ 800. ഓക്കെ ഫുൾ ഓൺ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഈ ഓണാണ് KL 55 തിരൂർ രജിസ്ട്രേഷനാണ്, മലപ്പുറം ജില്ല. ഇത് 2014 ഇറ പ്ലസ് ആണ്. 1,10,000 കിലോമീറ്റർ ഓടി. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ സ്റ്റീരിയോ ഒന്നും അഡീഷണൽ ചെയ്തു? അഡീഷണൽ ആൻഡ്രോയിഡ് സെറ്റും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ പരിക്കോ കാര്യങ്ങളൊന്നുമില്ല. ഒരു 17-18 റേഞ്ച് മൈലേജ് കിട്ടും. ടയേഴ്സ് ആവറേജ് ഉള്ളൂ അല്ലേ? ആവറേജ് ടയേഴ്സ് ആണ്. ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണറാണ് ഇപ്പോൾ. തേർഡ് ഓണർഷിപ്പിലുള്ളത്. ഓക്കെ അപ്പോൾ ഇതിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇത് 1,90,000. 2014 1,90,000. ലോൺ ഒരു 1,70,000 ഒക്കെ ചെയ്ത് കൊടുക്കാം. 1,70,000 10-20,000 രൂപ കൊണ്ട് ഇറക്കാൻ പറ്റിയൊരു ചെറിയ വാഹനമാണ്. ഓക്കെ താല്പര്യം ഉണ്ടോ കോൺടാക്ട് ചെയ്യാം. അതെ. അടുത്തൊരു റെഡ് സെലേറിയോ ആണ്. KL 49 രജിസ്ട്രേഷൻ സെലേറിയോ. എങ്ങനെയാ? ഇത് 2017 ZXi ആണ്. ടോപ്പ് എൻഡ് ആണ്. സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ്. ഓട്ടോമാറ്റിക്കോ മാനുവലോ? മാനുവലാണ്. 1,20 ഓടി. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഓക്കെ ഒരു ഓട്ടം പോയിട്ടുണ്ട്. 1,20 ഓടി. സീരിയസ് ഇഞ്ചാണ്. മൈലേജ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും. 18 കിലോമീറ്റർ 18-19 മൈലേജ് കിട്ടും. അതുകൊണ്ടായിരിക്കും ഓട്ടം പോയിട്ടുണ്ടാവും. ക്ലെയിം ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. 0 ക്ലെയിം. ക്ലീൻ വാഹനമല്ല. ഓക്കെ എത്ര കൊടുക്കാം? നമുക്ക് 3,90,000. 3,90,000 രൂപയ്ക്ക് 2017 ZXi സെലേറിയോ. VXi ഒന്നുമല്ല, ZXi സെലേറിയോ ആണ്. ടോപ്പിൻ്റെ വാഹനം. എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. ഓക്കെ ലോണ് ഫുള്ള് കിട്ടും. നമുക്ക് ഫുള്ള് കിട്ടില്ല. ഒരു 3,70, 60, 70 ലെവലിൽ ചെയ്ത് കൊടുക്കാം. ഒരു 20-30 ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഓക്കെ സ്വിഫ്റ്റ് ഡിസയർ ആണ്. KL 10 രജിസ്ട്രേഷൻ വാഹനം. നല്ല നീറ്റ് വണ്ടി. ഡീസൽ ആണല്ലേ? ഡീസലാണ്. 2016 VDI. മിഡിൽ ഓപ്ഷൻ ഡീസലാണ്. AC പോസ്റ്റ് അഡീഷണൽ അലേവിലും കാര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ അപ്പോൾ അതും കയറിയിട്ടുണ്ട്. നല്ല ടയേഴ്സ് ആണ്. ഫ്രണ്ടിൽ പുതിയ ടയേഴ്സ് ആണ്. ആവറേജ് ഉള്ളൂ. ഇപ്പോൾ കണ്ടതിൽ ഇതിലാണ് ഇപ്പോൾ ഫ്രണ്ടിൽ അടിപൊളി ടയേഴ്സ്. ഓക്കെ ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും മാറിയിട്ടുണ്ട്. ഷോറൂമിൽ നിന്ന് മാറിയതാണ്. എന്താ പറ്റിയെന്നില്ല, അറിയില്ല. ഫ്രണ്ട് ഗ്ലാസും ബോണറ്റും റീപ്ലേസ് ഉണ്ട്. അതെ. ഓക്കെ 2016 വേറെ അപ്രോണിലേക്കോ അതൊന്നുമില്ല. ഒന്നും കിട്ടിയില്ലല്ലോ മുമ്പ്? ബോണറ്റും മെയിൻ ഗ്ലാസും മാറിയിട്ടുണ്ട്. ഫുൾ ഹിസ്റ്ററി ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ആരെയും കൂടെ ചെക്ക് ചെയ്യാം. 2016 VDI സിംഗിൾ ഓണറാണ്. ഓട്ടം പോയത് 1,16. ഓക്കെ 1,16. മേജറൊക്കെ ആവാനായോ? മേജർ കഴിഞ്ഞതാ. എഞ്ചിന് കാര്യമൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. ഓക്കെ ഡീസൽ വണ്ടിയുടെ ഒരു മേജർ സർവീസ് വരും, അതാണ് ചോദിച്ചത്. ഓക്കെ എത്രയും പാസ് ചെയ്യുന്നത്? ഇത് നമുക്ക് 4,30 കൊടുക്കാം. 2016 VDI 4,30,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡിസയർ ആണ്. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കും. ഫുൾ ലോണും കിട്ടും. ആവശ്യക്കാർക്ക് കിട്ടാം. ഓക്കെ ഫുൾ ലോണും കിട്ടും. ഫുൾ ലോൺ ചെയ്തു. എല്ലാവരോടും ലോൺ എടുക്കാൻ പറയുന്നില്ല, അങ്ങനെയൊന്നുമില്ല. സപ്പോർട്ട് ചെയ്യല്ല. ആവശ്യമുള്ളവർക്ക് എടുക്കാം, അത്രേ ഉള്ളൂ. സ്വിഫ്റ്റ് ആണ്. KL 42 രജിസ്ട്രേഷൻ വാഹനം. ഓക്കെ പറഞ്ഞോളൂ. ഇത് 2008 VDI. 2008 മോഡലാണ്. പേപ്പർ 28 വരെ ഉണ്ട്. കഴിഞ്ഞ അടുത്താണ്. പുതിയ പേപ്പറാണ്. എല്ലാ ഭാഗവും വർക്കിംഗ്. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. മിഡിൽ ഓപ്ഷൻ ഡീസൽ വാഹനം തന്നെയാണ്. നല്ല മൈലേജും കിട്ടും. എല്ലാം വർക്കിംഗ്. പുതിയ ഇൻഷുറൻസ് അടച്ചിട്ടുണ്ട്. എത്ര? 25,000 ഇൻഷുർ അടുത്ത വർഷം. മാത്രമല്ല മൈലേജ് ഒരു 18-20 റേഞ്ച് മൈലേജ് കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസൈറിന് മാത്രം തന്നെ മൈലേജ് കിട്ടുന്നുണ്ട്. ഓക്കെ വേറെ ക്ലെയിമോ കാര്യങ്ങളും? ക്ലെയിമൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. വേറെ പരിക്കുകളൊന്നും വണ്ടിയുമല്ല. അല്ല നിങ്ങൾ നോക്കിയിട്ടുള്ള പരിക്കുകളൊന്നുമില്ല. ഓക്കെ 2008 ആണ്. 28 വരെ പേപ്പർ ഉണ്ട്. 1,60 നമുക്ക് കൊടുക്കാം. 1,65,000 രൂപയ്ക്ക് ഈ ഒരു സ്വിഫ്റ്റ് നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഡീസൽ സ്വിഫ്റ്റ് ആണ്, സ്വന്തമാക്കാം. ലോണ് ചാൻസ് കുറവാണ്. 2008 മോഡലാണ്. ചെറിയ പരിസരത്ത് സേർട്ടൊക്കെ കൊടുക്കും. അത് വേണ്ട, എടുക്കണ്ട. ആവശ്യക്കാർക്ക് ചെയ്ത് കൊടുക്കാം. വെറുതെ ചെയ്താൽ വെറുതെ പലിശ അടക്കണ്ട. എന്തിനായത്? അടുത്ത വണ്ടിയിലേക്ക് പോകാം. i20 ആണ് അടുത്തത്. KL 55 രജിസ്ട്രേഷനുള്ള i20 ആണ്. എങ്ങനെ ഡീറ്റെയിൽ? 2012 ആസ്റ്റ ഡീസൽ. ടോപ്പ് എൻഡ് ഡീസൽ സിംഗിൾ ഓണറാണ്. 1.5 ഓടിയുണ്ട്. മൈലേജ് ഉണ്ടാവേ 18-20 റേഞ്ച് മൈലേജ്. 22 ഒക്കെ കിട്ടൂല? അത്രയും കിട്ടും. ഓക്കെ നമുക്ക് 2,80 കൊടുക്കാം. 2,80,000. ഓക്കെ 8-0. 2012 ഡീസൽ ആസ്റ്റ ടോപ്പ് എൻഡ് വാഹനമാണ്. അന്നത്തെ ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല. ഓക്കെ ടയർ ഭാഗങ്ങളൊക്കെ ലോണിന്റെ ആവശ്യക്കാർക്ക് ലോണും ചെയ്ത് കൊടുക്കാം. ടയർസ് ആവറേജ് ആണ്. നീറ്റ് വണ്ടിയാണ്. ഒരു നീറ്റ് വണ്ടിയാണ്. മൈലേജ് ഉള്ളൊരു ഡീസൽ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. ഇതിന്റെ ഓട്ടം എത്ര കാണിക്കുന്നത്? ഓട്ടം 1,5. 1,05,000. സർവീസ് ഒക്കെ കഴിഞ്ഞു? കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ ഡാറ്റ്സൺ റെഡിഗോ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള വാഹനം. പറയൂ എങ്ങനെ? 2016 മോഡൽ സിംഗിൾ ഓണർ. ഓക്കെ സിംഗിൾ ഓണർ ആണ്. 96,000 കിലോമീറ്റർ ഓടി. 96,000. റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. 800 cc. ഇതിന്റെ ഓട്ടോമാറ്റിക്കിലാണ്. 1000 cc. ഓക്കെ 800 ആണ്. മൈലേജ് എങ്ങനെയായാലും 20 അബവ് മൈലേജ് ഉണ്ടാവും. ഓക്കെ ക്ലെയിം എന്തെങ്കിലും? ഒന്നുമില്ല. ക്ലെയിം വണ്ടി നീറ്റാണ്. ടയേഴ്സ് ആവറേജ് ആണ്. ഫ്രണ്ടിൽ കുഴപ്പമില്ല. ഫ്രണ്ടിൽ പുതിയാണോ? ഏകദേശം പുതിയ ടയറാണ്. ചളി പിടിച്ചിട്ട് കാണുന്നില്ല. എന്തായാലും 80% എത്താൻ. ഓക്കെ എത്രയാ? ഇത് നമുക്ക് 1,80.
1,80,000 രൂപയ്ക്ക് 2016 റെഡിഗോ നിങ്ങൾക്ക് സ്വന്തമാക്കി. ഇത് ഓപ്ഷൻ ഏതാ? ഫുള്ളാ? അല്ല, ഇത് ബേസ് മോഡലാണ്. ബേസ് ആണല്ലേ? ഓക്കെ. 1,80,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം ലോണിന്റെ ആവശ്യക്കാർക്ക് ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഫുൾ ലോണിന്റെ ചാകരയാണ് ഇവിടെ. ഓക്കെ. മഹീന്ദ്ര KUV ആണ്. KL 53 രജിസ്ട്രേഷൻ വാഹനം, പെരിന്തൽമണ്ണ വണ്ടിയാണ്. ഇത് 2016 K4 പെട്രോളാണ്. K4 ആണ് അല്ലേ? K4 ആണ് പെട്രോൾ. സെക്കൻഡ് K8 അല്ലേ ഇതിൽ ഫുള്ള് വരുന്നത്? K8 ആണ് ഫുൾ. K4 K6 K8 K2 ഉണ്ട് ഇതിന്റെ ചോട ബേസ്. ഓക്കെ. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് വരും? ഇതിൽ AC, പവർ സ്റ്റിയറിംഗ്, 4 ഡോർ വിൻഡോ, സെൻട്രൽ ലോക്ക്, ABS ഒക്കെ വരും. എല്ലാം വരും. ഓക്കെ. അത്രയും ഫീച്ചേഴ്സ് ഉണ്ടല്ലേ? ഓക്കെ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ഒന്നുമില്ല, 0 ക്ലെയിം ആണ്. ഓട്ടം എത്ര പോയി? ഓട്ടം 90,000 കിലോമീറ്റർ ഓടിയുണ്ട്. 93,000 2016 വണ്ടി അല്ലേ? ഓക്കെ. ഓണർ റീപ്ലേസോ കാര്യമൊന്നുമില്ല. ഓക്കെ. ടയേഴ്സും ആവറേജ് ആണ്. ടയർ ആവറേജ് ആണ്. ഓക്കെ. പറഞ്ഞോളൂ. ഇത് 3,400,000 നമുക്ക് കൊടുക്കാം. 3,27,000 രൂപയ്ക്ക് 2016 K4 KUV സ്വന്തമാക്കാം. പെട്രോൾ വാഹനമാണ്. മൈലേജ് ഒരു 11 to 15 അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. ഫുള്ള് ലോണും ചെയ്ത് കൊടുക്കാം ആവശ്യക്കാർക്ക്. ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം. ഓക്കെ. ഓക്കെ. അടുത്ത വാഹനം KUV തന്നെയാണ്. KL 71 രജിസ്ട്രേഷനിലൊരു മഹീന്ദ്ര KUV. പറഞ്ഞോളൂ. ഇത് 2016 ഡീസലാണ്. K4 ആണ്. ഡീസലാണ്. സെയിം മോഡൽ തന്നെ ഡീസലിലേക്ക് വന്നിരിക്കുകയാണ്. നല്ല മൈലേജ് ഉണ്ടാവുമല്ലോ? നല്ല മൈലേജ് ഉണ്ടാവും. 23-24 കിലോമീറ്റർ എന്തായാലും കിട്ടും. 23 മൈലേജ് കിട്ടും. ഇത് 6 സീറ്റർ ആണ് ഈ വാഹനം വരുന്നത്. ഈ ഒരു നേരത്തെ 5 സീറ്റർ ആണ്. ഇത് 6 സീറ്റർ ആണ്. RC6 നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടം എത്ര പോയി? 96,000 കിലോമീറ്റർ ഓടി. 96,000 കമ്പനി സർവീസ്, സെക്കൻഡ് ഓണർ. ഓക്കെ. ഫ്രണ്ടിൽ ആവറേജ് ടയേഴ്സ് ഉള്ളൂ. പുറകിൽ അത്യാവശ്യം കുഴപ്പമില്ല. ഒരു 70-75 ഉണ്ട്. എന്തൊക്കെ റീപ്ലേസ്മെന്റ്? ഒന്നും റീപ്ലേസ് ഇല്ല. ഓക്കെ. ചെറിയൊരു ചളുക്ക് കൂടെ ഉണ്ടല്ലോ. ചെറിയൊരു ചളുക്ക് അല്ലേ? ഒരു കൈവച്ചതിന്റെ. ഓക്കെ. അപ്പോൾ മൈലേജ് ഉള്ള ഒരു അടിപൊളി എന്താ പറയുക കോമ്പാക്ട് SUV ആ ഒരു സെഗ്മെന്റ് കാണുമ്പോൾ തോന്നുന്നു. ഓക്കെ. എങ്ങനെയാണ് ഇത്? 3,30,000 പുതിയ ഇൻഷൂർ അടിച്ച് കൊടുക്കാം. ഫുൾ കവർ ഇൻഷുറൻസിൽ കൊടുക്കാം. 3,30,000 രൂപയ്ക്ക് 2016 K4 ഡീസൽ KUV സ്വന്തമാക്കാം. ലോണ് ഫുൾ ലോൺ കണ്ട ഓൾമോസ്റ്റ് വണ്ടി ഫുൾ ലോൺ. ഓക്കെ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. വാഗണർ ആണ്. KL 50 രജിസ്ട്രേഷൻ വാഗണർ. എങ്ങനെയാണ്? ഇത് 2018 VXi ആണ്. 67,000 കിലോമീറ്റർ ഓടി. 18 VXi റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നും ഇല്ല. 67,000. ഓക്കെ. നീറ്റ് വണ്ടി ക്വാളിറ്റി സീറ്റ് പുതിയത് നമ്മൾ അടിച്ചിട്ടാണ്. ബാറ്ററി പുതിയ വെച്ചിട്ടുണ്ട്. ഇതൊന്നും നോക്കണ്ട. ഓക്കെ. ഒരു 14 മുതൽ 17 റേഞ്ച് ഒക്കെ മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ് വാഗണർ. ഓക്കെ. പറയൂ. എത്ര കൊടുക്കും? നമുക്ക് 3,90,000 കൊടുക്കാം. 2018 2018 VXi വാഗണർ 3,90,000 രൂപയ്ക്ക് മാനുവൽ വാഹനമാണ്. നിങ്ങൾക്ക് സ്വന്തമാക്കാം. ലോണൊരു 3.5 കിട്ടുമോ? 3.5 വരെ ലോൺ ചെയ്ത് കൊടുക്കും. 6 വരെ. ഒരു 30,000-40,000 കണ്ടാൽ ഇറക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വാഗണറാണ്. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ഇന്നത്തെ അവസാനത്തെ വാഹനമാണ് ഹോണ്ടയുടെ WRV ആണ്. KL 53 പെരിന്തൽമണ്ണ രജിസ്ട്രേഷൻ തന്നെ. നല്ലൊരു അടിപൊളി വണ്ടി. 2017 VX ആണ്. സിംഗിൾ ഓണർ. VX ഇതില് ടോപ്പ് അല്ലേ? VX ഇതില് ടോപ്പാണ്. VX സൺറൂഫും കാര്യങ്ങളൊക്കെ വരും. ഓപ്ഷനാണ്. പെട്രോൾ അല്ല, ഡീസലാണ്. 2017 ഡീസൽ. ഗുണം എന്ന് വെച്ചാൽ ഒരു 20 അബോ മൈലേജ് ഉണ്ടാവും. വലിയ മെയിൻ്റെനൻസ് വരില്ല. ഹോണ്ടയുടെ എഞ്ചിനായതുകൊണ്ട് വലിയ മെയിൻ്റെനൻസ് വരില്ല. നല്ല കവേഴ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. സീറ്റ് കവേഴ്സ് ചെയ്തിട്ടുണ്ട്. ടയർ ഭാഗങ്ങളും കുഴപ്പമില്ല. നല്ല കുഴപ്പമില്ലാത്ത ടയർ ഭാഗങ്ങളുണ്ട്. ഓക്കെ. ഓട്ടം എത്ര പറഞ്ഞത്? ഓട്ടം 90,000 കിലോമീറ്റർ. 90,000 സിംഗിൾ ഓണറാണ്. VX. ഓക്കെ. ഒരു റീപ്ലേസ് ഇല്ലാത്ത നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം അല്ലേ? എത്ര കൊടുക്കാം? ഇത് നമുക്ക് 7,30,000 കൊടുക്കാം. 7,30,000 ഡീസലാണ്. ഏറ്റവും ടോപ്പ് എൻഡാണ്. സംഭവം വരുന്ന ഓപ്ഷനാണ്. 7,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം. 2017 WRV. ഓക്കെ. ലോൺ ഒരു 6,000 രൂപ എന്തായാലും ചെയ്ത് കൊടുക്കാം. എന്തായാലും കിട്ടും. ഓക്കെ. അപ്പോൾ 50,000 80,000 കണ്ടാൽ ഇറക്കാം. ഓക്കെ. 80,000 കണ്ടാൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ഡീസൽ വാഹനം. മാക്സിമം ലോൺ കിട്ടുന്നൊരു വാഹനം. ഓക്കെ. അപ്പോൾ മെയിൻ്റെനൻസ് വളരെ കുറവാണ്. അതെ. നല്ല മൈലേജ് ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത്രയേ ഉള്ളൂ അല്ലേ? ഇനി പുതിയ സ്റ്റോക്ക് നമുക്ക് വന്നിട്ട് വീണ്ടും കാണിക്കാം. ഓക്കെ. അടുത്തൊരു വീഡിയോ ഉടൻ തന്നെ വരുന്നുണ്ട്. വെയിറ്റ് ചെയ്തോളൂ. അതിൽ വെറൈറ്റി വാഹനങ്ങളെല്ലാം ആയിട്ട് നമ്മൾ ഒരുപാട് വണ്ടികളുണ്ട്. പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ആ വീഡിയോ എടുത്തിട്ട് നമ്മൾ അറിയുന്നതാണ്. ഓക്കെ. അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. അതേപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ കാറ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിൽ ആരെങ്കിലും കാറ് വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. മേരാ കാസ്. നിങ്ങളുടെ കാറ് മാക്സിമം വിലയിൽ ഞങ്ങളുടെ എടുക്കുന്നതായിരിക്കും. നിങ്ങളുടെ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കും. വേറെ എവിടെയോ അലഞ്ഞിരുന്നോ ആരടുത്ത് സമയം കൊണ്ട് ഒരാവശ്യമില്ല. ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി. താഴെ നമ്പർ കൊടുക്കുന്നുണ്ട്. ദയവായിട്ട് അതിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വിട്ടുവരുത്. അപ്പോൾ ഹസൻ കാ